ഞാൻ പുറത്തേക്ക് പോവാം. നീ ടൈം ഫിക്സ് ചെയ്തിട്ട് പറയണേ. ഞാൻ വന്നിട്ട് നോക്കാം നിന്റെ ബോയ് ഫ്രണ്ട് നല്ലവനാണോ എന്ന്. സർ, വാ മോളെ. സുഖമാണോ? സുഖം തന്നെയാ സർ. എവിടെ? മോളെ, ആ റൂമിൽ ലൈറ്റ് പോലും ഇല്ല. ഞാൻ നോക്കിക്കോളാം സർ. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? അമൃതയെ നീ എന്താ ചെയ്തത്? അവളെ ഞാൻ കൊന്നു കളഞ്ഞു. എന്തിനു വേണ്ടി? അവളെനിക്ക് ദ്രോഹമാ ചെയ്തേ. ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിച്ചെന്നറിയോ നിനക്ക്? അവിടെ എന്താ നിനക്ക് കാണുന്നേ? ആകാശം. അത് നീയാ. ആകാശമേ മുഴുവൻ സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കും. അങ്ങനെ നിന്നെ പോലെ. ഈ ലോകത്ത് നീ കഴിഞ്ഞ മറ്റെന്തോ ഉള്ളൂ. ഞാൻ അവളെ എത്രത്തോളം സ്നേഹിച്ചെന്നറിയോ? അത് എന്നെ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ളപ്പോ വേറെ ആരോ കാരണം അവള് പ്രഗ്നന്റ് ആയിരിക്കുന്നു. അതുകൊണ്ടാ ഞാൻ അവളെ കൊന്നു കളഞ്ഞേ. പക്ഷേ അവളെ വിശ്വസിച്ചത് കാരണം ഞാനും എന്റെ മനസ്സുകൊണ്ട് തളർന്നുകൊണ്ടിരിക്കുക മാഡം. അവളെ വിശ്വസിച്ചതിന് നീ അവളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞെങ്കിലും അവളുടെ ഗർഭത്തിനും മരണത്തിനും കാരണക്കാരനായവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. അവനെന്തെങ്കിലും പറഞ്ഞാ മോളെ? ഒന്നും പറഞ്ഞിട്ടില്ല സർ. ഞങ്ങൾ ആരെയും അകത്ത് കയറ്റുന്നില്ല. ഈ നാട്ടിൽ നല്ല പേരോട് ജീവിച്ചവനാണ് ഞാൻ. ഇതാരോടാ പറയാന്നറിയാതെ എന്റെ ഫ്രണ്ട് പ്രഭാകരനോട് ഞാൻ പറഞ്ഞു. ഞാൻ നോക്കിക്കോളാം സർ. ശരി മോളെ. വൺ സെക്കൻഡ്. ഹലോ, വിജയ് ഹാഫ് ആൻ അവറിൽ ചർച്ചിന്റെ അടുത്ത് വരാന്ന് പറഞ്ഞു. ഞാൻ വീട്ടിൽ പോയിട്ട് അങ്ങോട്ടേക്ക് വന്നോളാം. നീ വെയിറ്റ് ചെയ്യ. ശരി മോളെ. എന്താടാ ഇത്ര ലേറ്റ് ആക്കുന്നേ?
അവൻ എത്ര നല്ലവനാണെന്ന് ഇപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലായില്ലേ? ഉം? വരാഞ്ഞേ? എല്ലാരും ഒരേപോലെ തന്നെയാ. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ എന്താ പറയാൻ പോകുന്നേ? എന്തെങ്കിലും ഒരു കള്ളം പറഞ്ഞതിനെ കൺവിൻസ് ചെയ്യും. എന്തേലും ഒരു കാര്യത്തിന് കള്ളം പറയാം, പക്ഷെ അമ്മയുടെ കാര്യത്തില് കള്ളം പറയില്ല. അമ്മയ്ക്ക് തീരെ സുഖമില്ല. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിരുന്നു, ഫോണും എടുത്തോണ്ട് പോയില്ല. അതുകൊണ്ട് വരാൻ പറ്റാന്നെ. സോറി, ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു. ഇന്നലെ എന്റെ ഇളയമ്മ നിന്നെ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തിന്മകളിൽ നിന്നേ നല്ലതാരംഭിക്കോ. പക്ഷെ ഒരുപാട് നന്നായാലും ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. ഇന്നെങ്കിലും ആളെത്തിയായിരുന്നോ അതോ? വന്നു. ക്യാരക്ടർ നിന്റെ മുമ്പിൽ മാത്രമേ കാണിക്കത്തുള്ളൂ, ഞങ്ങളുടെ മുമ്പിലൊന്നും കാണിക്കില്ല. ഇന്ന് കൂടെ വന്നിരുന്നെങ്കിൽ നിങ്ങൾക്കും കാണായിരുന്നു. എനിക്കത് നേരിട്ട് കാണാൻ ഭാഗ്യമില്ലെന്ന് തോന്നുന്നു. ആ നല്ലവനെ അറ്റ്ലീസ്റ്റ് അവന് ഫോട്ടോയിലെങ്കിലും ഒന്ന് കാണിക്ക്. അതോ ഇനി അതും കാണിക്കാൻ പറ്റില്ലെന്നാണോ?
ഗുഡ്. നല്ലവനാണെന്നുള്ളതിനുമുപരി നല്ല പേഴ്സണാലിറ്റി ഉണ്ടല്ലോ, നല്ല ഹൈറ്റ് ഉണ്ട്, ഗുഡ് ലുക്കിംഗ്. ഓൾ ദി ബെസ്റ്റ്. നിനക്ക് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചോളാം.